ഹായ് എവരി വൺ. നമ്മുടെ +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്ലി വി ഷാൾ ഡിസ്കസ് ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതെല്ലാം ക്വാളിറ്റീസൊക്കെ കഴിഞ്ഞ വർഷം എല്ലാവരും പഠിച്ചതാവും, കയ്യിൽ നല്ല നോട്ടൊക്കെ അതിൻ്റെ ഉണ്ടാവും. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഏതെല്ലാം വർഷങ്ങളിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഏതെല്ലാം രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കണ്ടേ. എന്നതിന് ശേഷം പഠിക്കുന്നതാവും ഏറ്റവും നല്ലത്. അപ്പോൾ ഫസ്റ്റ് അത് ചോദിച്ചത് 2014 മാർച്ചിലെ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റിലയബിലിറ്റി ഈസ് വൺ ഓഫ് ദി ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ടു മോർ സച്ച് ഫീച്ചേഴ്സ്. റിലയബിലിറ്റി, വിശ്വാസ്യത എന്നത് അക്കൗണ്ടിങ്ങിന്റെ ഗുണപരമായ സവിശേഷതകളിൽ ഒന്നാണ്. അത്തരത്തിലുള്ള 2 സവിശേഷതകൾ കൂടി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി 2 സവിശേഷതകളൂടെ എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് ചോദിച്ചത് 2015 2015 മാർച്ചിൽ അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് നീഡ് ക്വാളിറ്റേറ്റീവ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഫോർ ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. വാട്ട് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഡു ദേ എക്സ്പെക്ട് ഇൻ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ? അതായത് ക്രെഡിറ്റേഴ്സിനും ബാങ്കുകൾക്കും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഗുണാത്മകമായ വിവരങ്ങൾ ആവശ്യമാണ്. അക്കൗണ്ടിംഗ് വിവരങ്ങളിൽ എന്ത് ഗുണപരമായ സവിശേഷതകളാണ് അവർ പ്രതീക്ഷിക്കുന്നത്? അതായത് എന്താ ചോദിച്ചത് അവിടെ? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണപരമായ സവിശേഷതകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാൽ മതി? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ചോദിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇത്രയും വൈഡായിട്ട് വരുന്നത്. അപ്പോൾ എന്തെന്നായാലും അവിടെ ചോദിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താണ്? 2 മാർക്കിന് തന്നെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഗുണപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്, ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ സവിശേഷതകൾ എഴുതിയാൽ മതി, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഓരോ സെൻറ്റൻസ് വീതം എന്ത് ചെയ്യേണ്ടത്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇവിടെ എല്ലാ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും എഴുതിയാലും മതി. ഓക്കെ. പിന്നെ ചോദിച്ചത് 2017 2017 മാർച്ചിൽ തന്നെയാണ് വീണ്ടും അതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതും 2 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അക്കൗണ്ടിങ് പൊസസ് സെർട്ടൻ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ലിസ്റ്റ് ദം. അതായത് അക്കൗണ്ടിങ്ങിന് ചില ഗുണപരമായ സവിശേഷതകളുണ്ട്. ഏതൊക്കെയാണ്? അപ്പൊ ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്? പിന്നെ ചോദിച്ചിട്ടുള്ളത് 2019 പിന്നെ ചോദിച്ചിട്ടുള്ളത്. അതും 2 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 2019 മാർച്ചിൽ ലിസ്റ്റ് ഔട്ട് എനി 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് പൊസസ്ഡ് ബൈ ദി അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ടു ബി യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉപകാരപ്രദമാകുന്ന അക്കൗണ്ടിംഗ് വിവരങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏതെങ്കിലും 4 ഗുണസവിശേഷതകൾ. അവിടെയൊക്കെ എല്ലായിടത്തും ക്വാളിറ്റേറ്റീവ്, എത്ര ആപ്ലിക്കേഷൻ ലെവലാണെന്നുണ്ടെങ്കിലും ആ ഒരു ടേം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണപരമായ സവിശേഷതകൾ. ക്വസ്റ്റ്യൻ എത്ര വളഞ്ഞു തിരിഞ്ഞ് പോയി കഴിഞ്ഞാലും അവിടെ ആ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളതൊക്കെ അത് 2 മാർക്കിനാണ്. എന്തായാലും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 2ൽ കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി 2 മാർക്കിന് ചോദിക്കുമ്പോൾ തന്നെ റിലയബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ വെറും റിലയബിലിറ്റി എന്നുള്ള വാക്ക് എഴുതി വെക്കുന്നതിന് പകരം ഒരു സെന്റൻസ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായി. കാരണം അത് എങ്ങനെയാണ് റിലയബിൾ ആവുന്നത് ഒക്കെ ഓരോ സെന്റൻസ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ പിശുക്കി എഴുതുന്നതിന് പകരം കുറച്ചും കൂടി ഒരു 1-2 സെന്റൻസ് ഒക്കെ അധികം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടും.
അതുപോലെ തന്നെ ഒരുപാട് വിശദീകരിച്ച് എഴുതിയിട്ട് കാര്യമൊട്ടുമില്ല, നമ്മുടെ ടൈം പോവുക എന്നുള്ളൂ. അപ്പോൾ അധികം എഴുതും ചെയ്യരുത്, എന്നാൽ എന്ത് ചെയ്യരുത്, ആറ്റിക്കുറുക്കി വളരെ ഷോർട്ടാക്കി എഴുതും ചെയ്യരുത്. നമ്മുടെ ചോദിച്ച മാർക്കിനനുസരിച്ചുള്ളത് എഴുതണം. അതുപോലെ പോയിന്റ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ റൈറ്റ് എനി ഫോർ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ 1 മാർക്കിന്, അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് എന്ത് മാത്രം മതി, പോയിന്റ് മാത്രം മതി. ഓക്കെ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ 2020 ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും നമ്മുടെ അടുത്ത ഈ എക്സാമിന് ഒരു വർഷം നമുക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്, ഗുണപരമായ സവിശേഷതകൾ എന്തൊക്കെ നോക്കാം. ഇൻ ഓർഡർ ടു എൻഷുർ ഒബ്ജക്ടിവിറ്റി ഇൻ റിപ്പോർട്ടിംഗ്, അതായത് അക്കൗണ്ടിങ്ങിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വസ്തുനിഷ്ഠത ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റ് പൊസസ് സെർട്ടൈൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അത് അക്കൗണ്ടിങ്ങിന് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം, അതിന് ചില ഗുണപരമായ സവിശേഷതകളും ഉണ്ടായിരിക്കണം. ഇനി എന്തൊക്കെയാണ് ആ സവിശേഷതകൾ നോക്കാം. ഒന്ന്, റിലയബിലിറ്റി, വിശ്വാസ്യത. അത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നതാവണം. അതിൽ എന്തുണ്ടാവാൻ പാടില്ല, അതിൽ എറേഴ്സ്, അക്കൗണ്ടുകൾ ചെയ്തതിൽ തെറ്റുകളോ മിസ്റ്റേക്കുകളോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വരാനായിട്ട് പാടില്ല. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി റിലയബിൾ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. ബയാസ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ്. അപ്പൊ തെറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം, വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നുള്ളത് നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതായത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്തായിരിക്കണം, റിലയബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്നതാവണം. സെക്കൻഡ് വൺ, റെലവൻസ്. റെലവൻസ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരിക്കണം. അതായത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിൽ റെക്കോർഡ് ചെയ്യാവൂ. അതായത് പണത്തിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ അതിൽ റെക്കോർഡ് ചെയ്യാവൂ. അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുയോജ്യമായ സമയത്ത് ലഭ്യമായിരിക്കണം. എന്നെങ്കിലും നമുക്കത് റെലവൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണെന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇൻഫോർമേഷൻ ടു ബി റെലവൻറ്റ് ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. ഇൻഫോർമേഷൻ റെലവൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് ലഭ്യമാക്കി കൊടുക്കാനും പറ്റണം. മൂന്നാമത്തെ ക്വാളിറ്റിയാണ് കോംപ്രിഹെൻസിബിലിറ്റി. കോംപ്രിഹെൻസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡബിലിറ്റി, മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് എന്തെല്ലോ കാര്യങ്ങൾ വാരി വലിച്ച് എഴുതിയിട്ട് ആർക്കും തിരിയാത്തൊരു ഭാഷയിൽ എഴുതി വെച്ചതാവരുത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ ആയിരിക്കണം, അത് ഏത് യൂസറാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏത് യൂസർക്കാണോ കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നതുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ആ യൂസർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. Accounting information must be capable of being understood by all its users. നമ്മൾ ഇന്റേണൽ യൂസേഴ്സും പഠിച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ഒക്കെ തന്നെ മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കണം ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വാളിറ്റി എന്താവും കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യാൻ പറ്റുക. അതായത് ഇന്റർ ഫേം ആസ് വെൽ ആസ് ഇൻട്രാ ഫേം കമ്പാരിസൺ. അത് ഇന്റർ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിന് പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാം. ഇൻട്രാ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിനുള്ളിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാണ് ഇൻട്രാ ഫേം. ഇൻട്രാ ഫേം ഫേമിനുള്ളിലും ഇന്റർ ഫേം ഫേമിന് പുറത്ത് സ്ഥാപനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ രണ്ടാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് താരതമ്യം ചെയ്യാൻ ഈ രണ്ട് കമ്പാരിസണും പറ്റുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഷുഡ് ഫെസിലിറ്റേറ്റ് ഇന്റർ ഫേം ആസ് വെൽ ആസ് ഇൻട്രാ ഫേം കമ്പാരിസൺ. അപ്പൊ ഇത്രയാണ് അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നുകൂടെ പറയാം, റിലയബിലിറ്റി വിശ്വസിക്കാൻ പറ്റുന്നതാണ്, റെലവൻസ് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടായിരിക്കണം, കോംപ്രിഹെൻസിബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം, കമ്പയറബിലിറ്റി താരതമ്യം ചെയ്യാൻ ഉപകാരപ്പെടുന്നതായിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം. അപ്പൊ ഇത്രയാണ് അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അവൈലബിൾ ആവുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് അസറ്റ്സും ലാബിലിറ്റീസും. നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് അല്ലേ. അസറ്റ്സ് ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ക്യാഷ് ഒരു അസറ്റാണല്ലോ, ലാൻഡ് ഒരു അസറ്റാണല്ലോ, ബിൽഡിംഗ് ഒരു അസറ്റാണ്. ഈ ലാൻഡും ബിൽഡിങ്ങും ക്യാഷും ഇല്ലാതെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ?
ഇല്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അസറ്റ്സ് നമ്മൾ നേടിയെടുക്കുന്ന കാലയളവിൽ നമുക്ക് അവിടെ ചില ബാധ്യതകളുണ്ടാവും. അപ്പോൾ അസറ്റ്സും ലാബിലിറ്റീസും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒഴിച്ചിടാൻ പറ്റാത്തതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ്സ് ഏതൊക്കെയാണ്, കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്, എന്താണ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാബിലിറ്റി, അതിൽ ഏതൊക്കെയാണ് കറണ്ട് ലാബിലിറ്റീസ്, ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് അതെല്ലാം അതിലൊക്കെ എന്തൊക്കെയാണ് വരിക, അത് എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ എന്താണ് അസറ്റ്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് അസറ്റ്സ് ആർ പ്രോപ്പർട്ടീസ് ആൻഡ് തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദി ബിസിനസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്വത്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസറ്റ്സ്. അതായത് ഒരു ബിസിനസ്സിന് മൂല്യമുള്ള വസ്തുക്കൾ എന്താണോ അതാണ് അസറ്റ്സ്. അസറ്റ്സ് ആർ പ്രോപ്പർട്ടീസ്, സ്വത്തുക്കളാണ്. അതിന് തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദി ബിസിനസ്, അത് ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വസ്തുക്കളാണ്. വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, അതിനെ നമ്മൾ ഏത് രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? പണത്തിൻ്റെ രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതിനൊക്കെയാണല്ലോ അസറ്റ്സ് എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു പണത്തിൻ്റെ മൂല്യമില്ലേ? ഫർണിച്ചർ കിട്ടണമെങ്കിൽ പണം കൊടുക്കണം അല്ലേ, ലാൻഡ് കിട്ടണമെങ്കിലും പണം കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ ഒരു മോണിറ്ററി ടേംസ് ഉണ്ട്. അപ്പോൾ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസറ്റ്സ്. എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് എന്തൊക്കെയാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് എക്സെട്ര. ഇനി ഈ അസറ്റ്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്? അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സ്ഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതിൽ ഏതൊക്കെയാണ്? എന്താണ് ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. അതായത് ഒരുപാട് കാലം നമുക്ക് ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ വിൽക്കാൻ വേണ്ടി അല്ലാത്ത വസ്തുക്കളെയാണ് എന്തെന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ മീൻഡ് ഫോർ ലോങ് ടേം യൂസ്, നോട്ട് ഫോർ സെയിൽ. അത് ലോങ് ടേം യൂസിനുള്ള ദീർഘകാലം ഉപയോഗിക്കാനുള്ളതാണ്, എന്നാൽ അത് വിൽക്കാൻ വേണ്ടിയുള്ളതല്ല. അത്തരം അസറ്റ്സ് ആണ് ഇത് ഫിക്സ്ഡ് അസറ്റ്സ്. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞൂടെ? ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, അതുപോലെ വെഹിക്കിൾസ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ്സ്. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്സ്? Current assets are those assets which are meant for a short term use, കുറഞ്ഞ കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന അസറ്റ്സ് ആണ് ഇത് കറണ്ട് അസറ്റ്സ്. വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ് ക്വിക്ക്ലി. അതിനെ നമുക്ക് പെട്ടെന്ന് എന്താക്കാൻ പറ്റും? ക്യാഷ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഗുഡ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗുഡ്സ്, അതൊരു കറണ്ട് അസറ്റ് ആണല്ലോ. അത് വിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്ന, ഒരു വർഷത്തേക്ക് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്സിന് എക്സാമ്പിൾ? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ബിൽസ് റിസീവബിൾ. എന്താ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ടേംസ് ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് 19 ടേംസിൽ ഒരു 2 ടേമാണ് അസറ്റ്സും ലാബിലിറ്റീസും നമുക്കറിയാം. അപ്പോൾ ടേംസ് പറയുമ്പോൾ അവിടെ നമുക്ക് ഡെപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യാണ്ട് ഡെപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം, പ്രീപെയ്ഡ് എക്സ്പെൻസും അതുപോലെ തന്നെ അറിയുന്നതാണ്. നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്നതിനാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുക അല്ലേ. ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് നമ്മൾ സാലറി 2000 രൂപയാണ് കൊടുക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ ആ 2000 രൂപയുടെ കൂടെ അടുത്ത മാസത്തേക്കുള്ള 1000 കൂടെ ഈ മാസം തന്നെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ്. പിന്നെ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ക്യാഷിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമുക്ക് അതായത് വരുമാനമായിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. ഇൻകം റിസീവബിൾ, അതാണ് ഏത് ബിൽസ് റിസീവബിൾ. അപ്പോൾ അതും എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഇനി എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാൻ കഴിയുന്ന നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരുന്ന തരത്തിലുള്ള അസറ്റ്സ് ആണ് ഏത് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇറ്റ് ക്യാൻ ബി ടച്ച്ഡ്, സീൻ ആൻഡ് ഫെൽറ്റ്. അതായത് ടാഞ്ചിബിൾ അസറ്റ്സിന് നമുക്ക് കാണാൻ കഴിയും, തൊട്ട് നോക്കാൻ പറ്റും, അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള രൂപം നമ്മുടെ മനസ്സിലുണ്ട്. അത്തരം അസറ്റ്സ് ആണ് ഏത് ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫിക്സ്ഡ് അസറ്റ്സിൽ വരുന്ന ചില അസറ്റ്സും കറണ്ട് അസറ്റ്സിൽ വരുന്ന ചില അസറ്റ്സും എന്താണ്
ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഫിക്സ്ഡ് അസറ്റും കറണ്ട് അസറ്റ്സിൽ നിന്നും ഏതൊക്കെയായിരിക്കും? അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സ് നമുക്ക് തൊട്ട് നോക്കാൻ കഴിയുന്ന, നമുക്ക് കാണാൻ കഴിയുന്ന അസറ്റ്സ് ഏതൊക്കെയായിരിക്കും? ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, വെഹിക്കിൾസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ബാങ്കുകളുടെ പൈസ നമുക്ക് തൊട്ട് നോക്കിക്കൂടെ? തൊട്ട് നോക്കാം അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും അസറ്റ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇൻടാഞ്ചിബിൾ അസറ്റ്സ്? ഇറ്റ് കനോട്ട് ബി ടച്ച്ഡ്, സീൻ ആൻഡ് ഫെൽറ്റ്. നമുക്ക് കാണാൻ കഴിയാത്ത, തൊട്ട് നോക്കാൻ കഴിയാത്ത, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരാത്ത അസറ്റ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? നമുക്കൊന്ന് ഗുഡ് വിൽ പറയാം. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിന് കിട്ടുന്ന സൽപ്പേരിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ സൽപ്പേര് എന്ന് പറയുന്ന? ഇല്ല അല്ലേ? അപ്പോൾ അതെന്താ അസറ്റാണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഇല്ല, അതിൻ്റെ ഒരു ചിത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു മോഡലേ ഉള്ളൂ, അല്ലാതെ ഒരു വേറൊരു പ്രത്യേക വസ്തു അല്ല ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ അസറ്റാണ്? ഇൻടാഞ്ചിബിൾ അസറ്റാണ്. കോപ്പി റൈറ്റ്, പകർപ്പ് അവകാശം. ഞാൻ ഉണ്ടാക്കിയൊരു സാധനം മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ കൊടുക്കുന്ന അവകാശത്തിനാണ് നമ്മൾ പകർപ്പ് അവകാശം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനമായിട്ടുണ്ടോ? ഇല്ല, അതൊരു അവകാശമാണ്. അപ്പോൾ അതെന്താ അസറ്റാണ്? ഇൻടാഞ്ചിബിൾ അസറ്റാണ്. പിന്നെ വരുന്നത് എന്താണ്? പാറ്റന്റ്, നിർമ്മാണാവകാശം. ഈ സാധനം ഉണ്ടാക്കിയത് ഞാനാണ് എന്ന് അവകാശപ്പെടുന്നതാണ് ഇത് പാറ്റന്റ്, നിർമ്മാണാവകാശം. അപ്പോൾ ഇതൊക്കെ എന്ത് അസറ്റാണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. എന്നാൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കണം, ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ തന്നെ എന്ത് അസറ്റും കൂടിയാണ്? ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. അതും കൂടെ മറന്നു പോകരുത്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സിൽ നമുക്ക് വേറെ 4 കാര്യം കൂടെ കിട്ടി. എന്തൊക്കെയാണ്? പാറ്റന്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 4 അസറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക, അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സിൻ്റെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ഏതൊക്കെയാണ്? അതുപോലെ എല്ലാ അസറ്റ്സിൻ്റെ എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് ഫിക്സ്ഡ് അസറ്റ്സ് ഏതൊക്കെയാണ്, കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ ടാഞ്ചിബിൾ അസറ്റ്സ് ഏതാണ്, ഇൻടാഞ്ചിബിൾ ഏതാണ് എന്നുള്ള ക്ലാസിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ എല്ലാ അസറ്റ്സും മിക്സ്ഡ് ആക്കി തന്നിട്ട് അതിൽ നിന്ന് ഓഡ് വൺ കണ്ടെത്താൻ പറയും. അപ്പോൾ ഓഡ് വൺ കണ്ടെത്താൻ അതിൽ ടാഞ്ചിബിൾ ഏതാണ്, ഇൻടാഞ്ചിബിൾ ഏതാണ്, ഫിക്സ്ഡ് ഏതാണ്, കറണ്ട് ഏതാണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയാണ് അസറ്റ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതുമാണ്. കൂടാതെ നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഈ അസറ്റ്സിനെയും ലാബിലിറ്റീസിനെയും കുറിച്ച് നല്ല ഒരു ബോധ്യമുള്ള ഒരു കുട്ടിക്ക് ബാലൻസ് ഷീറ്റൊക്കെ തെറ്റിക്കാതെ ചെയ്യാം, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അസറ്റ്സിൽ വരുന്ന മാക്സിമം എക്സാമ്പിൾസ് ആണ്, അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് ലയബിലിറ്റീസ്, ബാധ്യത. എന്തായിരിക്കും ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലാബിലിറ്റീസ് ആർ ദി ഒബ്ലിഗേഷൻസ്. അത് നമ്മൾ ഇത്രയും പറഞ്ഞ അസറ്റ്സ് ഒക്കെ നേടിയെടുക്കുന്ന കാലയളവിൽ ഉണ്ടാകുന്ന ബാധ്യതകളെയാണ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് റെപ്രസെൻറ്റ്സ് എമൗണ്ട് പേബിൾ ബൈ ദി ബിസിനസ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ ബിസിനസ് സ്ഥാപനം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, ക്യാഷ് ആയിട്ട് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാബിലിറ്റീസ്, ബാധ്യത എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. നേരത്തെ നമ്മൾ പറഞ്ഞ ഫിക്സ്ഡും കറൻറ്റും പറഞ്ഞതുപോലെ തന്നെ ലാബിലിറ്റീസും എന്തുണ്ട്? ഫിക്സ്ഡ് ലാബിലിറ്റീസ് ഉണ്ട്, കറണ്ട് ലാബിലിറ്റീസ് ഉണ്ട്. ലോങ് ടേം ലാബിലിറ്റീസിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ലാബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഷോർട്ട് ടേം ലാബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഫിക്സ്ഡ് ലാബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ ദി പീരിയഡ് ഓഫ് 1 year. ഒരു വർഷത്തിന് ശേഷം നമ്മൾ കൊടുത്ത് തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ ഫിക്സ്ഡ് ലാബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ആയിരിക്കും ഏത്? ലോങ് ടേം ലോൺ, മോർട്ടിഗേജ് ലോണൊക്കെ അല്ലേ, പണയ ലോൺ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പണയം വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസത്തേക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ, ഒരുപാട് വർഷങ്ങൾ അത് നിലനിന്നൂടെ. അപ്പോൾ ഒരുപാട് വർഷം നിലനിൽക്കുന്ന വായ്പകളാണ് ഏത് ലാബിലിറ്റീസിൽ വരിക? ലോങ് ടേം ലാബിലിറ്റീസ്. അവൻ എക്സാമ്പിളാണ് ലോങ് ടേം ലോൺ, അതായത് മോർട്ടിഗേജ് ലോണ്. പിന്നെ ഡിബഞ്ചേഴ്സ്, കടപ്പത്രങ്ങളൊക്കെ, അതൊക്കെ ഒരുപാട് വർഷത്തേക്കാണ് എഴുതി കൊടുക്കുക, കടപ്പത്രങ്ങളെല്ലാം. അപ്പോൾ അത്തരം ബാധ്യതകളാണ് എന്ത്? ലോങ് ടേം ലാബിലിറ്റീസ്. എന്നാൽ ഷോർട്ട് ടേം ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ആർ ദോസ് വിച്ച് ആർ പേയബിൾ വിത്തിൻ 1 year. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷോർട്ട് ടേം ലാബിലിറ്റി എന്ന് പറയുന്നത്, അതായത് കറണ്ട് ലാബിലിറ്റി. അപ്പോൾ കറണ്ട് ലാബിലിറ്റിക്ക് എക്സാമ്പിളാണ് എന്ത്? ക്രെഡിറ്റേഴ്സ്, അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിള്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രീപെയ്ഡ് എക്സ്പെൻസിന് നേരെ ഓപ്പോസിറ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂറായിട്ട് വരുമാനം എന്ത് ചെയ്തു? സ്വീകരിച്ചു. നമുക്ക് പൈസ കിട്ടാനുണ്ടായിരുന്നു, അടുത്ത മാസം കിട്ടാനുള്ളതാണ്. അപ്പോൾ ഈ മാസം കിട്ടിയ 500 രൂപ ഈ മാസം നമുക്ക് കിട്ടി, അടുത്ത മാസം നമുക്ക് 500 രൂപ കിട്ടാനുണ്ടെന്ന് കരുതാം. അപ്പോൾ അടുത്ത മാസം കൂടി ഈ മാസം തന്നെ നമുക്ക് മുൻകൂറായിട്ട് കിട്ടാന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്.
ഒരു എക്സാമ്പിൾ പറയാം. ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ എന്താ വരുമാനം കിട്ടുക എങ്ങനെ ലാബിലിറ്റി ആവുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ റെന്റ് റിസീവ്ഡ് ആണ്, അതായത് ബിൽഡിംഗ് വാടക കൊടുത്ത് വാടക കിട്ടാനുണ്ടെന്ന് കരുതുക. ബിസിനസ് സ്ഥാപനം ബിൽഡിംഗ് വാടക കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മാസം 500 രൂപ വാടക കിട്ടണം, അടുത്ത മാസം 500 രൂപ വാടക കിട്ടണം. അപ്പോൾ ഈ മാസം 500 രൂപ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അടുത്ത മാസത്തും കൂടി എന്ത് ചെയ്തു, ഇവർക്ക് കിട്ടി. അപ്പോൾ അടുത്ത മാസത്തെ 500 കൂടി മുൻകൂറായി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ പ്രശ്നം? അടുത്ത മാസം തികഞ്ഞോ? ഇല്ല അല്ലേ? അപ്പോൾ അടുത്ത മാസത്തിന് മുമ്പ് തന്നെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ അടുത്ത മാസത്തിൻ്റെ ആ ഡേറ്റ് കഴിയുന്നവരെ ഈ 500 രൂപക്ക് ആര് ബാധ്യസ്ഥനാണ്? ഈ വാടക സ്വീകരിച്ച ബിസിനസ് സ്ഥാപനം ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് എന്താവുന്നത്? കറണ്ട് ലാബിലിറ്റി ആവുന്നത്, ഇൻകം റിസീവ്ഡിന് അഡ്വാൻസ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും എന്താണ്? ഒരു കറണ്ട് ലാബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ല, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതൊരു ലാബിലിറ്റി അല്ലേ, ഒരു കറണ്ട് ലാബിലിറ്റി അല്ലേ? നമ്മുടെ വാടക തന്നെ എടുക്കാം. വാടക നമ്മൾ സ്വീകരിക്കുന്നതിന് പകരം വാടക കൊടുക്കേണ്ട സാഹചര്യമാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത മാസത്തേക്കുള്ള വാടക നമ്മൾ കൊടുക്കാൻ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാത്തത് ഒരു ബാധ്യതയല്ലേ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ്? ഒരു കറണ്ട് ലാബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു കറണ്ട് ലാബിലിറ്റി നമ്മൾ പറയാം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നറിയാലോ? നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ആണോ ഉള്ളത് അതിനേക്കാളും കൂടുതൽ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് അനുവദിച്ചിരുന്നൊരു ഫെസിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും ക്യാഷ് നമ്മൾ പിൻവലിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങോട്ട് തിരിച്ചടക്കാൻ ബാധ്യസ്ഥരല്ലേ? അപ്പോൾ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും എന്താണ്? ഒരു കറണ്ട് ലാബിലിറ്റിയാണ്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽസ് റിസീവബിളിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ കൊടുക്കാനുള്ള ക്യാഷിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിൽസ് പേയബിൾ. അപ്പോൾ ഇത്രയും അസറ്റ്സും ലാബിലിറ്റീസും നല്ല ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിക്കാണ്ട ബാലൻസ് ഷീറ്റും ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനും പറ്റും. ഷുവറാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. 2010 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. വേറിട്ട് നിൽക്കുന്നതിനെ കണ്ടുപിടിക്കുക. മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഫർണിച്ചർ. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് വേറിട്ട് നിൽക്കുന്നത്? ഏതായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്, മറ്റുള്ളതൊക്കെ എന്താണ്? ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ റീസൺ ചോദിക്കണുണ്ടോ? റീസൺ ചോദിക്കാൻ നമ്മൾ എഴുതണം ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് എ കറണ്ട് അസറ്റ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2011 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ് 2 മാർക്കിന്. അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്ത് എ ഇയർ ആർ കോൾഡ് കറണ്ട് അസറ്റ്സ്. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സിനെ നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നു. ട്രൂ ഓർ ഫോൾസ്? ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2014 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന്. ഇൻ ഹൗ മെനി വേയ്സ് ആർ അസറ്റ്സ് ക്ലാസിഫൈഡ്? ഏതെല്ലാം രീതിയിൽ അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം? മെൻഷൻ ദീസ് വേയ്സ്. ഏതൊക്കെയാണ് ആ രീതികൾ എന്നുള്ളത്? ഏതെല്ലാം രീതിയിൽ അസറ്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ഫിക്സ്ഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. മറ്റ് 2 അസറ്റ്സും കൂടെ ഉണ്ട്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നും പറയും, വേസ്റ്റിംഗ് അസറ്റ്സ് എന്നും പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് പോലെയുള്ള മിഥ്യയായ അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അതുപോലെ വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മിനറൽസൊക്കെ കുഴിച്ചെടുക്കും തോറും നമുക്ക് തീർന്നു പോകുന്ന അസറ്റ്സ് ഇല്ലേ, അത് അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ട്, വേസ്റ്റിംഗ് അസറ്റ്സ്. അപ്പോൾ അങ്ങനെയും കൂടെ കാറ്റഗറൈസ് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് നമ്മൾ 4നാണ് പഠിക്കുന്നത്. നമ്മുടെ പാഠഭാഗം മുഴുവൻ പഠിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പറയാൻ പറ്റും മറ്റ് 2 അസറ്റ്സും കൂടെ ഉണ്ട്, ഫിക്റ്റീഷ്യസ് അസറ്റ്സും വേസ്റ്റിംഗ് അസറ്റ്സും. ഇനി 2015 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദി ഫോളോയിങ് ലയബിലിറ്റീസ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്സ്. താഴെ 4 ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഡിബഞ്ചേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ഇതിന് അനുയോജ്യമായ ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തുക. ലയബിലിറ്റി 2 തരം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ഫിക്സ്ഡ് ലയബിലിറ്റി, അതുപോലെ ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഈ 2 ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഏതിലൊക്കെ വരും? ബിൽസ് പേയബിളും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതുപോലെ ഡിബഞ്ചേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേയബിൾ ഏതാണ്?
കറണ്ട് ലാബിലിറ്റിയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ കറണ്ട് ലാബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സോ കറണ്ട് ലാബിലിറ്റിയാണ് അല്ലേ. ഡിബഞ്ചേഴ്സ് മാത്രമേ ഏതുള്ളൂ ലോങ് ടേം ലാബിലിറ്റി അല്ലെങ്കിൽ ഫിക്സ്ഡ് ലാബിലിറ്റി. ഇനി 2015 സേ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിക്ക് ഔട്ട് ദി റോങ് പെയർ, സ്റ്റേറ്റ് ദി റീസൺ. താഴെ തന്നതിൽ നിന്നും തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിന് കാരണം എഴുതുക. സ്റ്റേറ്റ് ദി റീസൺ, എന്താണ് അതിന് കാരണം എന്നുള്ളത്. എ പാറ്റൻറ്റ് കോപ്പി റൈറ്റ് ഒരു പെയർ, അതാണ്. ബി സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് മറ്റൊരു പെയർ, അടുത്തത് സാലറി റെൻറ്റ് ഒരു പെയർ, ഡി ക്യാഷ് ഫർണിച്ചർ. അപ്പോൾ ഏതാണ് ഇതിൽ പെയർ ആയിട്ടുള്ളത്? ഏതായിരിക്കും പെയർ ആയിട്ടുള്ളത്? അപ്പോൾ ഏതായിരിക്കും പെയർ? എങ്ങനെയാണ് അതെടുക്കുക? പാറ്റൻറ്റ് കോപ്പിറൈറ്റ് രണ്ടും എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റാണ്, ഒരേ സ്വഭാവമുള്ള ജോഡിയല്ല. പിന്നെ സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് അത് രണ്ടും എന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. പിന്നെ സാലറി റെൻറ്റ് രണ്ടും എക്സ്പെൻസ് ആണ്. പിന്നെ അടുത്തതോ ക്യാഷ് ഫർണിച്ചർ. എങ്ങനെ പെയറാവുന്നത് നോക്കി നോക്കിയേ. ക്യാഷ് ഒരു കറണ്ട് അസറ്റാണ്, ഫർണിച്ചർ ഒരു ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2016 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ. ഫൈൻഡ് ദി ഓഡ് വൺ ആൻഡ് സ്റ്റേറ്റ് ദി റീസൺ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ റീസണും ചോദിക്കും എന്നുള്ളത്. എ ഡെപ്റ്റേഴ്സ്, ബി ക്രെഡിറ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്. ഈ 4 എണ്ണത്തിൽ നിന്നും ഏതാണ് ഓഡ് വൺ എന്ന് കണ്ടെത്തണം. ഏതാണ് ഓഡ് വണ്ണ്? ക്രെഡിറ്റേഴ്സ് അല്ലേ. ക്രെഡിറ്റേഴ്സ് എന്താണ്? കറണ്ട് ലാബിലിറ്റിയാണ്. ബാക്കി വരുന്നതൊക്കെ എന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2016 സേ എക്സാമിന് ചോദിച്ചതാണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമിന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് വാല്യൂ ആർ കോൾഡ് ഡാഷ്. അത് മൂല്യമുള്ള വസ്തുക്കളെയോ സാധനങ്ങളെയോ വിളിക്കുന്ന പേര് എന്താണ്? അസറ്റ്സ് എന്നല്ലേ. ഓക്കെ. ഇനി അതുപോലെ 2017 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന്. ക്ലാസിഫൈ ദി ഫോളോയിങ് അസറ്റ്സ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്സ്. താഴെ തന്ന അസറ്റ്സിന് അപ്രോപ്രിയേറ്റ് ഹെഡ്. നേരത്തെ ലാബിലിറ്റി ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടെ അസറ്റ്സ് ആണ്. ക്യാഷ്, മെഷീനറി, ലാൻഡ്, സ്റ്റോക്ക്. അതിന് പ്രോപ്പർ ഹെഡിങ് കൊടുക്കാതിൻ്റെ അസറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നും ഫിക്സ്ഡ് എന്നും കറണ്ട് അസറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ ഈ 4 അസറ്റ്സ് തന്നാലും നമുക്കറിയാം 2 കാറ്റഗറി ആയിട്ട് അത് വരുള്ളൂ. ഒന്ന് ഫിക്സ്ഡ് അസറ്റും മറ്റേത് കറണ്ട് അസറ്റ്സും. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് എന്നുള്ളതിൽ ഏത് കൊടുക്കാം? മെഷീനറി. പിന്നെയോ ബാക്കി കറണ്ട് അസറ്റ്സ്, ഫിക്സ്ഡ് അസറ്റ്സ് എന്നുള്ളതിൽ മെഷീനറി ഉണ്ട്, അതുപോലെ ലാൻഡ്. കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെ വരും? അതുപോലെ ക്യാഷും സ്റ്റോക്കും ഏതിലും വരും? കറണ്ട് അസറ്റ്സിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ചൂസ് എ കറണ്ട് അസറ്റ് ഓഫ് എ വെജിറ്റബിൾ മെർച്ചൻറ്റ് ഫ്രം ദി ഫോളോയിങ്. അതായത് താഴെ തന്നിട്ടുള്ള ഒരു പച്ചക്കറിക്കാരൻ്റെ താൽക്കാലിക ആസ്തി ഏതാണെന്നുള്ളത് കണ്ടെത്താനാണ്. അതായത് താൽക്കാലിക അസറ്റ്, കറണ്ട് അസറ്റ് ഏതാണെന്ന് കണ്ടെത്തുക. ബിൽഡിംഗ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, സ്റ്റോക്ക് ഓഫ് വെജിറ്റബിൾസ് ഉണ്ട്, വെയിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുന്ന മെഷീന്. അതേപോലെ വെജിറ്റബിൾസിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഏതാണ് കറണ്ട് അസറ്റ്? സ്റ്റോക്ക് അല്ലേ. ബിൽഡിങ്ങും ഫർണിച്ചറും മെഷീനും ഒക്കെ എന്താണ്? ഫിക്സ്ഡ് അസറ്റാണ്. 2019 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പിക്ക് ഔട്ട് ദി റോങ് പെയർ. അതായത് തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ലാൻഡ് ബിൽഡിംഗ് ഒരു ജോഡി, ക്യാഷ് സ്റ്റോക്ക് മറ്റൊരു ജോഡി, ഡെപ്റ്റേഴ്സ് മെഷീനറി മറ്റൊന്ന്, കോപ്പി റൈറ്റ് പാറ്റൻറ്റ്. ഇതിലേതായിരിക്കും തെറ്റായ ജോഡി? ലാൻഡ് ബിൽഡിങ് അത് ഫിക്സ്ഡ് അസറ്റാണ്, തെറ്റാണോ? അല്ല. ക്യാഷ് സ്റ്റോക്ക് രണ്ടും കറണ്ട് അസറ്റാണ്, അതിലും തെറ്റില്ല. ഡെപ്റ്റേഴ്സ് മെഷീനറി, ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റും മെഷീനറി ഫിക്സ്ഡ് അസറ്റും അല്ലേ. അപ്പോൾ അതല്ലേ റോങ് ആയിട്ടുള്ള ജോഡി. കോപ്പിറൈറ്റും പാറ്റൻറ്റും രണ്ടും എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഡെപ്റ്റേഴ്സ് മെഷീനറി. അപ്പോൾ ഇത്രയാണ് അസറ്റ്സ് ലാബിലിറ്റീസ്. വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും ക്വസ്റ്റ്യൻസ് അതിന് വന്നതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്, തീർച്ചയായും ക്ലിയർ ചെയ്തു തരും. ഇനി അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് 3ാമത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്